ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മാത്ത് ബേസ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഇൻട്രൊഡക്ഷൻ കണ്ടു, സ്റ്റാൻഡേർഡ് ഫോം കണ്ടു. സ്റ്റാൻഡേർഡ് ഫോം എന്തായിരുന്നു? ax² + bx + c = 0. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സസൈസ് 4.1 ഫുള്ള് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓരോ ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചെക്ക് വെദർ ദ ഫോളോയിങ് ആർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. well, the first one, x plus 1 the whole square equal to 2 into x minus 3. അപ്പം നമുക്ക് എൽ എച്ച് എസ് ഇപ്പം എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2 എക്സാമ്പിൾ ചെയ്തതല്ലേ. നമ്മൾ എൽ എച്ച് എസും ആർ എച്ച് എസും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് സിംപ്ലിഫൈ ചെയ്യുക, എന്നിട്ട് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് സ്റ്റാൻഡേർഡ് ഫോമിലാക്കുക. അപ്പം സ്റ്റാൻഡേർഡ് ഫോമിൽ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. കിട്ടുവാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ആ ഗിവൺ ഇക്വേഷൻ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ അല്ല. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമേ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഷൻ വെച്ചാണ് ചെയ്യുന്നത്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഷൻ എന്തായിരുന്നു? a² + 2ab + b². അപ്പം അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. LHS is equal to x² + 2x + 1. ഇനി RHS എടുക്കാം. RHS is equal to 2x - 6. ഇത് ഇക്വേറ്റ് ചെയ്യാം. x² + 2x + 1 = 2x - 6. എല്ലാം ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. x² + 2x + 1 - 2x + 6 = 0. നോക്കിയാൽ 2x - 2x അത് കട്ട് ചെയ്ത് കളയാം അല്ലേ. അപ്പം x² + 1 + 6. 1 + 6 എത്രയാ? ഡയറക്റ്റ് ചെയ്താൽ 7. അപ്പോൾ x² + 7 എഴുതി = 0. ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാണോ? ax² + bx + c ഫോമിലാണോ? ആണ് അല്ലേ. ഇവിടെ എക്സിന്റെ ടേം ഇല്ല, അത് കുഴപ്പമില്ല. നമുക്ക് x² ടേം ഉണ്ടായാൽ മതി. a not = 0 എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എയുടെ x² ടേം വേണം എന്തായാലും ഇക്വേഷനിൽ. എക്സിന്റെയോ കോൺസ്റ്റന്റിന്റെയോ ടേം ഇല്ലെങ്കിലും ഓക്കെ ആണ്. അപ്പൊ എയുടെ വാല്യൂ എന്ത് കിട്ടും ഇവിടെ? a = 1, b = ബിയുടെ ടൈമിൽ എക്സിന്റെ ടൈമിൽ അതുകൊണ്ട് b 0, c = 7. ഓക്കെ, അപ്പോൾ ഈ ഗിവൺ ഇക്വേഷൻ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 എടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2, x², ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ സബ്പാർട്ടാണ് കേട്ടോ. 1ന്റെ സബ്പാർട്ട് 2 ആണ്. x² - 2x = -2 × 3 - x. LHS ആദ്യം എടുക്കാം. LHS = x² - 2x. ഇനി സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. അത് RHS = ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. -2 × 3 ആദ്യമേ എഴുതുക, × 3 - x. -2 × 3 ചെയ്യണം, -2 × -x. അപ്പം -2 × 3 - 6 -2 × -x + 2x. ഇനി ഇക്വേറ്റ് ചെയ്യാം. x² - 2x = -6 + 2x. ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക. x² - 2x + 6 - 2x = 0. x² - 2x - 2x - 4x + 6 = 0. ഇത് ax² + bx + c ഫോമിൽ തന്നെയാണ് അല്ലേ. a1 വരും, b -4 വരും, c 6 വരും. അപ്പോൾ ഇതും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ തേർഡ് വൺ നോക്കിക്കേ. തേർഡ് വൺ ഇതുപോലെ LHS RHS എടുക്കുക. LHS = x - 2 × x + 1. അപ്പം അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ആദ്യം x കൊണ്ട് x + 1 മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ -2 കൊണ്ടും x + 1 മൾട്ടിപ്ലൈ ചെയ്യണം. ചെയ്യുമ്പം x² വരും +x - 2x - 2 അല്ലേ. RHS എടുക്കുവാണ്. RHS = x - 1 × x + 3, which is equal to x² + 3x - x - 3. ഓക്കെ, which is equal to ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യായിരുന്നു. x² x - 2x - x - 2. ഇവിടെ വരുമ്പം RHS വരുമ്പോൾ x² 3x - x 2x - 3. ഇനി ഇക്വേറ്റ് ചെയ്യാം. x²
minus x minus 2 equal to x square plus 2x minus 3. ഇനി ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം. x square minus x minus 2 minus x square minus 2x plus 3 equal to 0. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ കട്ടായി പോയി. മൈനസ് എക്സ് മൈനസ് 2x മൈനസ് 3x മൈനസ് 3x പിന്നെ മൈനസ് 2 പ്ലസ് 3 1 പ്ലസ് 1 ഈക്വൽ ടു 0 അല്ലേ? അപ്പം ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ? അല്ല, കാരണം എക്സ് സ്ക്വയറിന്റെ ടേമേ ഇല്ല. എക്സ് സ്ക്വയറിന്റെ ടേം എന്തായാലും വേണം, അതുകൊണ്ട് ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. എക്സ് മൈനസ് 3 ഇൻറ്റു 2x പ്ലസ് 1 ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 5. LHS എടുക്കാം ആദ്യമേ. LHS ഈക്വൽ ടു എക്സ് മൈനസ് 3 ഇൻറ്റു 2x പ്ലസ് 1. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് എക്സ് ഇൻറ്റു 2x പ്ലസ് 1 ആണ് ചെയ്യുക. പിന്നെ മൈനസ് 3 ഇൻറ്റു 2x പ്ലസ് 1. അപ്പം 2x സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 6x മൈനസ് 3. RHS എടുക്കുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 5. ഇത് സിംപ്ലിഫൈ ചെയ്യാമായിരുന്നു. 2x സ്ക്വയർ എക്സ് മൈനസ് 6x എന്ന് വരുമ്പോൾ എത്ര വരും? മൈനസ് 5x അല്ലേ? മൈനസ് 3. ഓക്കെ, അത് കിട്ടി. ഇനി RHS സിംപ്ലിഫൈ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 5x ഇക്വേറ്റ് ചെയ്യാം. 2x സ്ക്വയർ മൈനസ് 5x മൈനസ് 3 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 5x. ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം. മൈനസ് 5x മൈനസ് 3 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 5x ഈക്വൽ ടു 0. അപ്പോൾ 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 5xും മൈനസ് 5xും കൂടെ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 10x മൈനസ് 3 ഈക്വൽ ടു 0 എന്ന് വരും. ഇത് ജനറൽ ഫോമിലാണോ? നോക്കിക്കേ. ആണ് അല്ലേ? എയുടെ വാല്യൂ 1 വരും, ബിയുടെ വാല്യൂ മൈനസ് 10 വരും, സിയുടെ വാല്യൂ മൈനസ് 3 വരും. അപ്പൊ ഇതും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അടുത്തത് 2x മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 3 ഈക്വൽ ടു എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 1. ഇതേപോലെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാം. LHS ഈക്വൽ ടു 2x സ്ക്വയർ മൈനസ് 6x മൈനസ് x പ്ലസ് 3 which is equal to 2x square minus 6x minus x minus 7x plus 3 plus 3. Okay, അത്രേ ഉള്ളൂ. RHS x square minus x plus 5x minus 5. അപ്പോൾ x square minus x plus 5x plus 4x minus 5 ഈക്വേറ്റ് ചെയ്യാം. 2x square minus 7x plus 3 equal to x square plus 4x minus 5. ഇനി ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം. 2x square minus 7x plus 3 minus x square minus 4x plus 5 equal to 0 അല്ലേ? അപ്പോൾ 2x square minus x square കിട്ടും. മൈനസ് 7x മൈനസ് 4x കൂടെ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 11x. പിന്നെ 3യും 5യും കൂടെ ആഡ് ചെയ്യുമ്പോൾ പ്ലസ് 8 ഈക്വൽ ടു 0. ഇതും ജനറൽ ഫോമിൽ തന്നെയാണ് അല്ലേ? എ ആയിട്ട് 1 വരും, ബി മൈനസ് 11 ആണ്, സി 8. അപ്പോൾ ഇതും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ 6th ക്വസ്റ്റ്യൻ. x square plus 3x plus 1 equal to x minus 2 the whole square. അപ്പോൾ LHS എടുക്കാം. LHS equal to x square plus 3x plus 1. സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല, അത്ര തന്നെ, അത് തന്നെ. RHS എടുക്കുമ്പോൾ RHS നോക്കിക്കേ. x minus 2 the whole square അല്ലേ? ഇത് എന്ത് ഫോമിലാണ്? a minus b the whole square ഫോമിൽ അല്ലേ? a minus b the whole square equal to a square minus 2ab plus b square.
നമുക്ക് സോൾവ് ചെയ്യാം. അത് വെച്ചിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2, അപ്പോൾ 4x വരും. മൈനസ് 4x പ്ലസ് 4 ഈക്വേറ്റ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4. ഫുള്ള് ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം. എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 4 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ കട്ടായിപ്പോയി. 3xും 4xും കൂടെ ആഡ് ചെയ്യുമ്പോൾ 7x, 1 മൈനസ് 4 മൈനസ് 3 ഈക്വൽ ടു 0. അപ്പോൾ 7x മൈനസ് 3 ഈക്വൽ ടു 0. ഇവിടെ എക്സ് സ്ക്വയറിന്റെ ടേം ഇല്ല, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എക്സ് പ്ലസ് 2 ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു 2x ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പൊ ഇവിടെ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കണം. എ പ്ലസ് ബി the whole cube is equal to a cube minus 3 a square b, sorry പ്ലസ് ആണ്, പ്ലസ് ആയതുകൊണ്ട് എല്ലാം പ്ലസ് തന്നെ വരും. പ്ലസ് 3a square b പ്ലസ് 3ab സ്ക്വയർ പ്ലസ് b ക്യൂബ്. ഓക്കെ, ഇനി അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഓക്കെ, എൽ എച്ച് എസ് എന്ന് പറഞ്ഞെടുക്കുക. എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ദ ഹോൾ ക്യൂബ്. ഇപ്പൊ എ ആയിട്ട് എക്സ്, ബി ആയിട്ട് 2, എക്സ് ക്യൂബ് പ്ലസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു എക്സ് ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 2 ക്യൂബ് which is equal to x cube plus 6x square plus 2 square 4 into 3 ചെയ്യുമ്പോൾ 12x plus 8 എന്ന് കിട്ടി. അത്രേ ഉള്ളൂ. ഇനി സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല, അത് ഉള്ളു. ഇനി ആർ എച്ച് എസ് എടുക്കാം. ആർ എച്ച് എസ് ഈക്വൽ ടു 2x ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 which is bracket open ചെയ്താൽ മതി, which is equal to 2x cube minus 2x. ഇക്വേറ്റ് ചെയ്യാം. എക്സ് ക്യൂബ് പ്ലസ് 6x സ്ക്വയർ പ്ലസ് 12x പ്ലസ് 8 മൈനസ് 2x ക്യൂബ് ഈക്വൽ ടു ആണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഈക്വൽ ടു 2x ക്യൂബ് മൈനസ് 2x. ഇനി ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം. എക്സ് ക്യൂബ് പ്ലസ് 6x സ്ക്വയർ പ്ലസ് 12x പ്ലസ് 8 മൈനസ് 2x ക്യൂബ് പ്ലസ് 2x ഈക്വൽ ടു 0. നോക്കിക്കേ, എക്സ് ക്യൂബ് മൈനസ് 2x ക്യൂബ്, അപ്പോൾ 1 മൈനസ് 2 മൈനസ് എക്സ് ക്യൂബ് എന്ന് വരും അല്ലേ. മൈനസ് എക്സ് ക്യൂബ് 6x സ്ക്വയർ ആയിട്ട് തന്നെ ഇട്ടു. 12xും 2xും കൂടെ ആഡ് ചെയ്യുമ്പോൾ പ്ലസ് 14x പ്ലസ് 8 ഈക്വൽ ടു 0. ഇത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഫോമിലാണോ? അല്ല അല്ലേ, കാരണം എക്സ് സ്ക്വയറിന്റെ ടേമാണ് ആദ്യം വരേണ്ടത്. ഇവിടെ എക്സ് ക്യൂബിന്റെ ടേം ഉണ്ട്, അപ്പൊ ഇത് അല്ല. ഓക്കെ, ഇനി അടുത്തത്. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ലാസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. എക്സ് ക്യൂബ് മൈനസ് 4x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു എക്സ് മൈനസ് 2 ദ ഹോൾ ക്യൂബ്. അപ്പൊ എക്സ് മൈനസ് 2 ദ ഹോൾ ക്യൂബ് എൽ എച്ച് എസ് ആദ്യമേ എഴുതാം. എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 4x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1. ഇനി ആർ എച്ച് എസ് എടുക്കണമെങ്കിൽ ആർ എച്ച് എസ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ദ ഹോൾ ക്യൂബ്. എക്സ് മൈനസ് 2 ദ ഹോൾ ക്യൂബ് എടുക്കണമെങ്കിൽ എ മൈനസ് ബി ദ ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പൊ എ മൈനസ് ബി ദ ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ ഞാൻ ഇവിടെ എഴുതാം. എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ് മൈനസ് ബി ക്യൂബ്. ഇനി ഇത് അപ്ലൈ ചെയ്യാം. അപ്പം
അപ്ലൈ ചെയ്ത് ഓപ്പൺ ചെയ്യാം നമുക്ക്. അപ്പം എക്സ് ക്യൂബ് മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു എക്സ് ഇൻറ്റു 2 സ്ക്വയർ മൈനസ് 2 ക്യൂബ് is equal to x cube minus 6x square plus 3 into 2 square. അപ്പം 3 into 4 വരും 12. 12x minus 8. ഇനി LHS RHS ഇക്വേറ്റ് ചെയ്യാം. x cube minus 4x square minus x plus 1 is equal to x cube minus 6x square plus 12x minus 8. ഇനി എല്ലാം ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം. എക്സ് ക്യൂബ് മൈനസ് 4x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 6x സ്ക്വയർ മൈനസ് 12x പ്ലസ് 8 ഈക്വൽ ടു 0. അപ്പൊ എക്സ് ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് ക്യാൻസൽ ആയിപ്പോയി. പിന്നെ മൈനസ് 4x സ്ക്വയറും ഉണ്ട്, എന്നുള്ള 6x സ്ക്വയർ. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2x സ്ക്വയർ കിട്ടും. എക്സിന്റെ ടൈം മൈനസ് എക്സ് ഉണ്ട്, മൈനസ് 12x ഉണ്ട്, മൈനസ് 13x കിട്ടി. പിന്നെ 1 ഉണ്ട് 8 ഉണ്ട്, പ്ലസ് 9 ഈക്വൽ ടു 0. ഇത് നോക്കിക്കേ, ഇത് ജനറൽ ഫോമിലാണ് അല്ലേ. 2x സ്ക്വയർ മൈനസ് 13x പ്ലസ് 9 ഈക്വൽ ടു 0, ax സ്ക്വയർ പ്ലസ് bx പ്ലസ് ഈ ഫോമിലാണ്. a ഈക്വൽ ടു 2 കിട്ടും, b ഈക്വൽ ടു മൈനസ് 13 കിട്ടും, c ഈക്വൽ ടു 9 കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ജനറൽ ഫോമിലായതുകൊണ്ട് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 ഇതാണ്: റെപ്രസെന്റ് ദ ഫോളോയിങ് സിറ്റുവേഷൻ ഇൻ ദ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കേണ്ട, ഇക്വേഷൻ ഫോം ചെയ്യുക, ഇത്ര ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഏരിയ ഓഫ് എ റെക്ടാങ്കുലർ പ്ലോട്ട് ഈസ് 528 മീറ്റർ സ്ക്വയർ. The length of the plot is 1 more than twice its breadth. We need to find the length and breadth of the plot. ഇവിടെ തന്നേക്കുന്ന ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ തന്നേക്കുന്ന എത്രയാ? ഏരിയ ഈക്വൽ ടു 528 മീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ട് ലെങ്ത് ഓഫ് ദ പ്ലോട്ട് ഈസ് 1 more than twice its breadth. ഓക്കെ, 1 more than twice its breadth. അപ്പൊ നമുക്ക് ബ്രെഡ്ത്ത് എക്സ് ആയിട്ട് എടുക്കാം. Let breadth be x meters. അപ്പൊ ബ്രെഡ്ത്ത് എക്സ് ആണെങ്കിൽ ലെന്ത് എത്രയായിരിക്കും? ലെന്ത് എന്താ പറഞ്ഞേക്കുന്നത്? ലെന്ത് ഈസ് 1 more than twice its breadth അല്ലെ. അപ്പൊ 2x plus 1 more വരുമ്പോ +1 വരും. പിന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഏരിയയും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. ഏരിയ ഓഫ് റെക്ടാങ്കിൾ ഈക്വൽ ടു ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. അത് ഏരിയ ഓൾറെഡി തന്നിട്ടുണ്ട് 528 എന്ന്. 528 ഈസ് ഈക്വൽ ടു ലെന്ത് എത്ര ഇവിടെ? 2x plus 1 ഇൻറ്റു ബ്രെഡ്ത്ത് എക്സ്. ഇനി അത് സോൾവ് ചെയ്യാന്നേ ഉള്ളൂ, ഐ മീൻ സിംപ്ലിഫൈ ചെയ്യാന്നേ ഉള്ളൂ. 528 ഈക്വൽ ടു 2x ഇൻറ്റു എക്സ് 2x സ്ക്വയർ പ്ലസ് എക്സ്. ഇനി ജനറൽ ഫോമിലാക്കാം. 2x സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 528 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ റിക്വയർഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്തത് അതിന്റെ സെക്കൻഡ് പാർട്ട്. ദ പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഈസ് 306. വി നീഡ് ടു ഫൈൻഡ് ദ ഇൻറ്റീജേഴ്സ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇൻറ്റീജർ എക്സ് ആയിട്ട് എടുക്കുക. അപ്പൊ സെക്കൻഡ് ഇൻറ്റീജർ കോൺസിക്യൂട്ടീവ് എന്ന് പറയുന്നത് തൊട്ടടുത്ത് വരുന്നത്. അപ്പൊ ഒന്ന് എക്സ് ആണെങ്കിൽ അടുത്തത് എക്സ് പ്ലസ് 1 ആയിരിക്കും അല്ലേ. നമുക്ക് അങ്ങനെ എടുക്കാം. ലെറ്റ് ദ ഇൻറ്റീജേഴ്സ് ബി എക്സ് ആൻഡ് എക്സ് പ്ലസ് 1. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ പ്രോഡക്റ്റ് ഈസ് 306 അല്ലേ. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 306. ഇനി അത് സിംപ്ലിഫൈ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 306. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 306 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. Rohan's mother is 26 years older than him.
The product of their ages 3 years from now will be 360. What we would like to find Rohan's percentage. Okay. അപ്പോൾ റോഹന്റെ ഏജ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. റോഹൻസ് ഏജ് എക്സ്. അപ്പൊ റോഹൻസ് മദർ എത്രയാണെന്ന് പറഞ്ഞേക്കാം. റോഹൻസ് മദർ ഇസ് 26 years older than him. അപ്പൊ റോഹൻസ് മദേഴ്സ് ഏജ് എന്ത് വരും? എക്സ് പ്ലസ് 26 അല്ലേ? മദേഴ്സ് ഏജ് ഈസ് ഈക്വൽ ടു റോഹന്റെ ഏജ് എത്രയാണ്? അതിൻ്റെ കൂടെ 26 കൂടെ ആഡ് ചെയ്യുമ്പോൾ മദറിന്റെ ഏജ് കിട്ടും. പിന്നെ ആഫ്റ്റർ 3 years 3 years കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആഫ്റ്റർ 3 years അവരുടെ ഏജ് എത്രയാന്ന് നോക്കാം നമുക്ക്. ആഫ്റ്റർ 3 years റോഹൻസ് ഏജ് എത്രയായിരിക്കും? ഇപ്പൊ എക്സ് ആണ്. ആഫ്റ്റർ 3x എക്സ് പ്ലസ് 3 അല്ലേ? റോഹൻസ് മദേഴ്സ് ഏജോ ആഫ്റ്റർ 3 years റോഹൻസ് മദേഴ്സ് ഏജ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 26 ആണ് ഇപ്പോൾ ഉള്ള പ്രസന്റ് ഏജ്. അപ്പൊ ആഫ്റ്റർ 3 years അതിൻ്റെ കൂടെ ഒരു 3 കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എക്സ് പ്ലസ് 29. പിന്നെ എന്നാ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? The product of their ages 3 years from now will be 360. Okay, 3 years കഴിഞ്ഞിട്ടുള്ള ഏജിന്റെ പ്രൊഡക്റ്റ് 360 ആണ്. അപ്പം എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 29 ഈക്വൽ ടു 360. ഇത് സിംപ്ലിഫൈ ചെയ്യാന്നേ ഉള്ളൂ. എക്സ് സ്ക്വയർ പ്ലസ് 29x പ്ലസ് 3x പ്ലസ് 29 ഇൻറ്റു 3. 29 ഇൻറ്റു 3 എത്രയാ? 87 ഈക്വൽ ടു 360. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് 29 പ്ലസ് 3 32 അല്ലേ? 32x പ്ലസ് 87 മൈനസ് 360 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ പ്ലസ് 32x 87 മൈനസ് 360. 87 മൈനസ് 360 എത്രയാ? മൈനസ് 273 ഈക്വൽ ടു 0. അപ്പൊ ഇതാണ് റിക്വയർഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. അതായത് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ഫോർത്ത് സബ് പാർട്ട്. ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്: എ ട്രെയിൻ ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 480 കിലോമീറ്റർ അറ്റ് എ യൂണിഫോം സ്പീഡ്. If the speed had been 8 km per hour less, then it would have taken 3 hours more to cover the same distance. We need to find the speed of the train. Speed ആണ് ചോദിച്ചേക്കുന്നത്. സ്പീഡ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് കിലോമീറ്റർ പെർ അവർ. ലെറ്റ് സ്പീഡ് ബി എക്സ് കിലോമീറ്റർ പെർ അവർ. ഡിസ്റ്റൻസ് എത്രയാണ് തന്നേക്കുന്നത്? ഡിസ്റ്റൻസ് 480 കിലോമീറ്റർ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? എക്സ് കിലോമീറ്റർ സ്പീഡിൽ കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോവാണ്. 480 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഒരു ടൈം എടുക്കും ഓർത്തോ. ഒരു സ്പെസിഫിക് ടൈം എടുക്കും. അപ്പം സ്പീഡ് ഒരു 8 കിലോമീറ്ററും കൂടെ കുറയുവാണ്. അതായത് എക്സ് മൈനസ് 8 കിലോമീറ്റർ പെർ അവർ ആണ് സ്പീഡ് എങ്കിൽ 480 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടി 3 hours കൂടെ എക്സ്ട്രാ എടുക്കും അല്ലെ? ടൈം വെച്ചിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ടൈം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് എഴുതാം അല്ലേ? ഓക്കെ, ഡിസ്റ്റൻസ് എത്രയാണ്? അപ്പൊ ഫസ്റ്റ് കേസ് നമുക്ക് എടുക്കാം. ഫസ്റ്റ് കേസിലെ ഡിസ്റ്റൻസ് എത്രയാണ്? 480. ഫസ്റ്റ് കേസിലല്ല, രണ്ട് കേസിലെ ഡിസ്റ്റൻസ് ഒരിക്കലും മാറുന്നില്ല. 480. ഫസ്റ്റ് കേസിൽ സ്പീഡ് എക്സ് ആണ്. ഓക്കെ, ഇനി സ്പീഡ് എത്ര ഡിക്രീസ് ചെയ്യുന്ന പറഞ്ഞ 8 ഡിക്രീസ് ചെയ്തല്ലോ. അപ്പൊ ഡിക്രീസ്ഡ് സ്പീഡ് എത്രയാണ്? ഡിക്രീസ്ഡ് സ്പീഡ് ഈക്വൽ ടു എക്സ് മൈനസ് 8 കിലോമീറ്റർ പെർ അവർ. ആ സ്പീഡ് വെച്ചിട്ടുള്ള ടൈം നമുക്ക് ഇനി നോക്കാം. ടൈം ഈസ് ഈക്വൽ ടു 480. ഡിസ്റ്റൻസ് സെയിം ആണ്, എപ്പോഴും ട്രാവൽ ചെയ്യേണ്ട. സ്പീഡ് പക്ഷെ മാറി, എക്സ് മൈനസ് 8. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഈ രണ്ട് ടൈമും, ഇപ്പൊ ഈ ടൈമും ഈ ടൈമും, ആ രണ്ട് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ 3. ഈ ഫസ്റ്റ് ടൈമിനേക്കാളും 3 hours കൂടുതലായിരിക്കും സെക്കൻഡ് ടൈം കിട്ടാൻ. സെക്കൻഡ് ടൈം. അപ്പം ഈ രണ്ട് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ 3. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം: 3 ഈസ് ഈക്വൽ ടു
480 by x minus 8 minus 480 by x എന്ന് എഴുതാം. 3 equal to 480 രണ്ടിടത്ത് കോമൺ ആയതുകൊണ്ട് 480 ഔട്ട്സൈഡ് എടുക്കാം. 1 by x minus 8 minus 1 by x equal to 480 into x minus 8 by x into x minus 8 എന്ന് കിട്ടും അല്ലേ? Which is 480 into x minus x plus 8 എന്നാവും അത് by x into x minus 8. is equal to 480 into x minus x കട്ടായി പോവും. x minus x കട്ടായി കഴിയുമ്പോൾ പിന്നെ 8 ഉള്ളു മുകളിൽ അല്ലേ ന്യൂമറേറ്ററിൽ by x into x minus 8. 3 equal to ആണ്. അപ്പോൾ 3 into x minus 8 ഈ ഡിനോമിനേറ്ററിലുള്ളത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ന്യൂമറേറ്ററിലോട്ട് പോകും. ഈക്വൽ ടു 480 into 8 എന്ന് വരും. 480 into 8 എത്രയാ? ചെയ്ത് നോക്കിക്കോ എല്ലാവരും. 480 into 8 3840. അപ്പോൾ 3x into x minus 8 equal to 3840 എന്ന് കിട്ടും. 3x ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ 3x സ്ക്വയർ മൈനസ് 24x equal to 3840 or 3x square minus 24x minus 3840 equal to 0. നോക്കിയേ 3ലും 24ലും 3840 എല്ലാത്തിലും 3 കോമൺ ആണ് അല്ലേ? 3 നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. അല്ലെങ്കിൽ 3 വെച്ച് കട്ട് ചെയ്ത് കളയാന്ന് പറഞ്ഞു. കാരണം ഔട്ട് സൈഡ് എടുത്തിട്ട് പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ വെക്കുമ്പോൾ 0/3 ആയിട്ട് അത് 0 ആയി പൊക്കോളും. അപ്പോൾ എല്ലാത്തിനും 3 കട്ട് ചെയ്യാം. അപ്പം 3/3 x സ്ക്വയർ വരും. 3/3 1 ആണ്, അതുകൊണ്ട് x സ്ക്വയറിന് വരും. 24/3 ചെയ്യുമ്പോൾ 8 കിട്ടും. 8x മൈനസ് 3840/3 ചെയ്യുമ്പോൾ നമുക്ക് 1280 കിട്ടും. ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് റിക്വയർഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം x ആണ് സ്പീഡ്. ഡിസ്റ്റൻസ് ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല, 480 തന്നെ. എക്സ് വെച്ചിട്ട് എടുക്കുമ്പോൾ ടൈം എടുക്കുമ്പോൾ 480/x എന്ന് കിട്ടും ടൈം. പിന്നെ സ്പീഡ് 8 കുറയും, അപ്പൊ x minus 8 ആവും. അത് വെച്ച് ടൈം എടുക്കുമ്പോൾ 480/x minus 8 എന്ന് വരും അല്ലേ? ഇനി ആ രണ്ട് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ 3 എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ ടൈമിനേക്കാളും 3 hours കൂടുതലാണ് സെക്കൻഡ് ടൈം. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ 3. അപ്പൊ 480/x minus 8 minus 480/x equal to 3. പിന്നെ അത് സോൾവ് ചെയ്യുന്നേ ഉള്ളൂ. സോൾവ് ചെയ്ത് നമ്മൾ വേണ്ട ഇക്വേഷൻ ആക്കും. ഓക്കെ ഓക്കെ അടുത്ത എക്സസൈസും അടുത്ത പോർഷൻ തിയറി ഉള്ളത് എക്സസൈസും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.